Hello everyone, welcome back. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 4-year UG പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്. 4-year UG പ്രോഗ്രാമിൻ്റെ BA ഇംഗ്ലീഷ് സിലബസും സ്ട്രക്ചറും ഒക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. സോ ഫസ്റ്റ് എന്താ 4-year UG പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ 2024 വരെയുള്ള ബാച്ചിൽ നമ്മൾ പഠിച്ചിരുന്നത് അണ്ടർ ഗ്രാജുവേഷൻ 3 ഇയർ ആണ്, ഡിഗ്രി 3 വർഷമാണ്. അപ്പോൾ നമുക്കൊരു കോർ കോഴ്സ് ഉണ്ടായിരിക്കും. ഏത് കോഴ്സാണോ നമ്മൾ എടുക്കുന്നത്, ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിന് ബേസ് ആയിട്ടുള്ള കോർ കോഴ്സ്. പിന്നെ നമുക്ക് കോംപ്ലിമെൻ്ററി കോഴ്സുകൾ ഉണ്ടായിരിക്കും. ഇംഗ്ലീഷിൽ നോർമലി നമുക്ക് പൊളിറ്റിക്സ്, ജേർണലിസം, ഹിസ്റ്ററി ഇതൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. പിന്നെ നമുക്ക് കോമൺ കോഴ്സ് ഇംഗ്ലീഷ്, അത് ജസ്റ്റ് ഒരു ഇംഗ്ലീഷ് പേപ്പർ. നമുക്ക് മാത്രമല്ല എല്ലാ കോഴ്സുകാർക്കും ഉണ്ടാവുന്ന ഒരു ഇംഗ്ലീഷ് പേപ്പർ ആയിരിക്കും അത്. ജനറൽ ഇംഗ്ലീഷ് നമ്മൾ പറയും. പിന്നെ കോമൺ കോഴ്സ് അതർ ദാൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ്, നമ്മൾ ചൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഏതാണോ, മലയാളം, ഹിന്ദി, സാൻസ്ക്രിറ്റ്, അതിനനുസരിച്ച് വരും. പിന്നെ നമുക്ക് വരുന്നത് ലാസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു എലക്റ്റീവ് ചൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഓഡിറ്റ് കോഴ്സുകൾ വരുന്നുണ്ട്. ബട്ട് എലക്റ്റീവും ഓഡിറ്റ് കോഴ്സും നമ്മൾ അത്ര വലിയ സിലബസിൻ്റെ ഭാഗമായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അത് കമ്പാരിറ്റീവ്ലി ചെറിയൊരു സംഭവമാണ്. ഇത്രയാണ് വരുന്നത്. ഇനി ഇതന്നെയാണ് ചെറിയ പേര് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് 4-year UG പ്രോഗ്രാമിൽ മേജർ, മൈനർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. സോ മേജർ എന്ന് പറഞ്ഞാൽ കോർ കോഴ്സ്, കോർ കോഴ്സിൻ്റെ വേറൊരു പേരാണ് മേജർ എന്ന് വിചാരിച്ചാൽ മതി. മൈനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്നതോ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രീമുമായിട്ട് ബന്ധമില്ലാത്ത ടൈപ്പ് ഓഫ് കോഴ്സുകൾ നമ്മൾ എടുത്ത് പഠിക്കുന്ന കോഴ്സ് പേപ്പറൊക്കെ ആയിരിക്കും മൈനേഴ്സ് ആയിട്ട് വരുന്നത്. സോ ഇതാണ് മേജർ, മൈനർ എന്ന് പറയുന്ന സംഭവം. ഇനി 4-year UG പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവിടെ വരാൻ കുറച്ച് ടൈം എടുത്താണ്. ബട്ട് ഫോറിൻ യൂണിവേഴ്സിറ്റീസിലൊക്കെ ഉള്ള ഒരു സംഭവമാണ്. മേ ബി ഫോറിൻ യൂണിവേഴ്സിറ്റീസിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഡീറ്റെയിൽസ് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും നമ്മൾ എന്തൊക്കെ പഠിക്കണം. മേജർ ഫിക്സ്ഡ് ആയിരിക്കും, മൈനറായിട്ട് നമ്മൾ പിന്നെ പഠിക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പാറ്റേൺ ആണ് ഇത്. പക്ഷെ നമുക്ക് നോർമൽ UGക്ക് ഇത് പറ്റില്ലായിരുന്നു. നമ്മൾ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എടുത്താൽ നമുക്കൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ, ഒരു സിലബസ് ഉണ്ട്. മേ ബി പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, ജേർണലിസം അതിൽ വരുന്ന ആ ഒരു ഡിഫറൻസ്, കോംപ്ലിമെൻ്ററി പേപ്പറിൽ വരുന്ന ആ ഒരു ഡിഫറൻസ് ഒഴിച്ച് ബാക്കി ഓൾമോസ്റ്റ് എല്ലാം സെയിം ആയിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഇതാണോ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മുടെ മൈനർ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതും ഫിക്സ്ഡ് ആയിട്ടുള്ള മൈനർ വരുന്നതും ഒക്കെ ഉണ്ട്. ഇനി ഇതിൽ തന്നെ പല തരത്തിൽ വരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ഫസ്റ്റ് നമുക്ക് നോക്കാം. പലതരത്തിലുള്ള സ്കീംസ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ, നമുക്ക് സിംഗിൾ മേജർ എന്നുള്ള രീതിക്ക് ചൂസ് ചെയ്യാം. അവിടെ നമുക്ക് നമ്മുടെ മേജർ ഇംഗ്ലീഷ് നമ്മൾ പഠിക്കുന്നത് കൂടാതെ ഡിഫറെൻറ്റ് ഡിസിപ്ലിൻസ് നിന്ന് നമ്മൾ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് നിന്നുള്ള 6 കോഴ്സുകളാണ് പഠിക്കുക. അത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കായിരിക്കും വരിക. അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കോഴ്സുകളിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാം, അങ്ങനെ വരുന്നത്. ദെൻ മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ, ഇതാണ് നമ്മൾക്ക് നോർമൽ പഠിച്ച UGയുമായിട്ട് ഒരു സാമ്യം വരുന്നത് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇംഗ്ലീഷിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി പേപ്പറായിട്ട് പൊളിറ്റിക്സും ഹിസ്റ്ററിയും ഒക്കെ വന്നിരുന്നു, ബ്രിട്ടീഷ് ഹിസ്റ്ററി വന്നിരുന്നു. ആ ഒരു ടൈപ്പ് ഓഫ് ഇതാണ് മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ എന്ന് പറയുന്ന സംഭവം. ഇംഗ്ലീഷുണ്ട്, ബ്രിട്ടീഷ് ഹിസ്റ്ററി, ഇംഗ്ലീഷ് മേജറും ബ്രിട്ടീഷ് ഹിസ്റ്ററിയും പൊളിറ്റിക്കൽ സയൻസും മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ അതായിട്ട് വരുന്നത്. പിന്നെ മേജർ വിത്ത് മൈനർ എന്നുള്ള ഓപ്ഷനാണ്. അതിൽ ഇംഗ്ലീഷും മൈനറായിട്ട് നമുക്ക് ഒരു ഓപ്ഷൻ പൊളിറ്റിക്കൽ സയൻസ്, അല്ലെങ്കിൽ മൈനറായിട്ട് ഏതെങ്കിലും ഒന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് അങ്ങനെയാണ് വരുന്നത്. ഇംഗ്ലീഷിൻ്റെ കേസിൽ ഇവിടെ പൊളിറ്റിക്കൽ സയൻസ് ആണ് നമുക്ക് പറയുന്നത്. പിന്നെ മേജർ വിത്ത് വൊക്കേഷണൽ മൈനർ. സോ ഇവിടെ മൈനർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പ്രൊഫഷണൽ, നമ്മൾ വൊക്കേഷണൽ സ്കൂളും നോർമൽ ഹയർ സെക്കൻഡറി സ്കൂളും നമ്മൾ ഡിഫറൻസ് അറിയുന്നുണ്ടായിരിക്കുമല്ലോ. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഹയർ സെക്കൻഡറി ആണ്. അതുപോലെ ഇവിടെ ഇംഗ്ലീഷ് ഫോർ പ്രൊഫഷണൽ സക്സസ് എന്ന് പറയുന്ന ഒരു പേപ്പറാണ് അപ്പോൾ ഇവിടെ മൈനറായിട്ട് വരുന്നത്. ഇനി ഡബിൾ മേജർ ആണ്. ഡബിൾ മേജർ എന്ന് പറഞ്ഞാൽ പണ്ടും ഉണ്ടായിരുന്നതാണ്, ഡബിൾ മെയിൻ ആയിട്ട് പഠിക്കുക. പല കോളേജസിലും സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഡബിൾ മെയിൻ എപ്പോഴും ഉണ്ടായിരിക്കുള്ളൂ. അത്രയും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കണം. ഡബിൾ മെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷും ഹിസ്റ്ററിയും ആയിരിക്കും മിക്കവാറും ഇംഗ്ലീഷിൽ ഡബിൾ മെയിൻ ആയിട്ട് വരുന്നത്. ഈ ഒരു ഡബിൾ മെയിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിൻ്റെ ഫീൽഡിലേക്കും പോകാൻ പറ്റും, ഹിസ്റ്ററിയുടെ ഫീൽഡിലേക്കും പോകാൻ പറ്റും.
അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് തന്നെയാണ് ഇവിടെ ഡബിൾ മേജർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇനി 4 ഇയർ UGയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നോർമലി നമ്മൾ BA ഇംഗ്ലീഷ് എടുത്ത് പഠിച്ച് നമുക്ക് ആ ഒരു 3 വർഷം നോർമൽ UGക്ക് BA ഇംഗ്ലീഷ് തന്നെ കണ്ടിന്യൂ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമ്മുടെ കോംപ്ലിമെൻ്ററി, ഇപ്പോൾ പൊളിറ്റിക്സും ജേർണലിസം കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരാൾക്ക് വേണമെങ്കിൽ BA ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് MA പൊളിറ്റിക്സോ MA ജേർണലിസമോ എടുക്കാം, അതിൽ തെറ്റില്ല. പക്ഷെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഏത് മൈനേഴ്സ് ആണോ ഉള്ളത് അത് നമ്മുടെ മേജറായി ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ വേറൊരു സംഭവം, ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്, ഇങ്ങനെ കുറേ മേജറും കുറേ മൈനറും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചൂസ് ചെയ്ത് നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും വലിയൊരു യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ അത്രയും തോനെ സിലബസ്, അത്രയും തോനെ സബ്ജക്റ്റുകൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു കോളേജിൽ നമ്മൾ പഠിച്ചാലാണ് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു കാര്യം നിങ്ങൾ നോർമൽ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിലൊക്കെ പഠിച്ചിരുന്ന കുട്ടികളോടൊക്കെ ചോദിച്ചാൽ അറിയുന്നുണ്ടായിരിക്കും. 5th 6th സെമ്മിലൊക്കെ തോന്നുന്നു നമുക്ക് എലക്റ്റീവ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു എലക്റ്റീവ് വരുമ്പോൾ ഒരുപാട് എലക്റ്റീവ് കോഴ്സസ് അവൈലബിൾ ആയിരിക്കും വലിയ വലിയ കോളേജസിലൊക്കെ. പക്ഷേ ചെറിയ ചെറിയ കോളേജസിലൊക്കെ ആകെ ഒരു എലക്റ്റീവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കത് ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനേ ഉള്ളൂ. എന്നാൽ അങ്ങനെ കുറേ എലക്റ്റീവിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള എലക്റ്റീവ് നമുക്ക് ചൂസ് ചെയ്ത് പഠിക്കാൻ പറ്റുമായിരുന്നു. അതേപോലെ തന്നെയാണ് ഇവിടെയും കുറേ ഓപ്ഷൻസ് ഉള്ള കോളേജ് കിട്ടണം, കുറേ ഡിസിപ്ലിൻസ് ഉള്ള, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് മേജറും മൈനറും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി മേജറിന് മൈനർക്ക് ഇഷ്ടമുള്ള ഒരു മൈനറിക്ക് നമുക്ക് മാറണം, അത് നമ്മുടെ മേജറായി ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയറിൽ മാത്രമാണ് പറ്റുള്ളൂ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോഴും ഈ നമുക്ക് ഇഷ്ടപ്പെട്ട മൈനർ ഉള്ള ഒരു കോഴ്സിൽ നമ്മൾ എടുത്താലേ നമുക്ക് മാറാൻ പറ്റുള്ളൂ. സോ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി എന്തിനാണ് ഇങ്ങനെ 4 ഇയർ UG കൊണ്ടുവന്നിട്ടുള്ളത്, എന്താണ് ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നോർമലി PhD റിസർച്ച് എന്നൊക്കെ പറയുമ്പോൾ പണ്ട് ഒരു ടൈമിൽ UG 3 വർഷം, PG 2 വർഷം, MPhil കഴിഞ്ഞിട്ടാണ് PhDക്ക് ഉണ്ടായിരുന്നത്. പിന്നീട് MPhil എടുത്ത് ഒഴിവാക്കി PG കഴിഞ്ഞിട്ട് ഡയറക്റ്റ്ലി PhDക്ക് കയറാം എന്നുള്ളൊരു ഓപ്ഷൻ വന്നു. അപ്പോൾ അവിടെ ഒരു കുറച്ച് ഇയർ നമുക്ക് 1-2 വർഷം സേവ് ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെ ഇവിടെ 3+2 5 വർഷത്തെ പഠിത്തം കഴിഞ്ഞ് PhDക്ക് ജോയിൻ ചെയ്യുന്നതിന് പകരം 4 ഇയർ UGയിൽ 4ാമത്തെ വർഷം കഴിയുമ്പോൾ തന്നെ ഡയറക്റ്റ്ലി നമുക്ക് PhDക്ക് കയറാൻ പറ്റും. അതെങ്ങനെയെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 4 വർഷം പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് 3ാമത്തെ വർഷത്തിൽ നോർമൽ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങി യു ക്യാൻ ലീവ്. അതൊരു ഓപ്ഷനാണ്. 4ാമത്തെ വർഷത്തിലേക്ക് നിങ്ങൾക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ 75% മാർക്ക് വേണം. ആൻഡ് 75% മാർക്ക് കിട്ടിയിട്ട് നമ്മൾ അടുത്തത് 4ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും കുറച്ചും കൂടെ വരിക. അത് തന്നെ ഇംഗ്ലീഷ് ഏതൊരു കോഴ്സായാലും, ഫോർ എക്സാമ്പിൾ നിങ്ങൾ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറാണ് എടുക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഓണേഴ്സും ഉണ്ട്, ഓണേഴ്സ് വിത്ത് റിസർച്ചും ഉണ്ട്. ഈ ഓണേഴ്സ് വിത്ത് റിസർച്ച് ചൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് 4ാമത്തെ വർഷത്തിലേക്ക് കടന്ന കുറച്ചും കൂടെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് റിസർച്ച് മെത്തഡോളജി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും കുറച്ചും കൂടെ അവർ പഠിക്കുന്നുണ്ടായിരിക്കും. എന്തിനാണ് അത് പഠിപ്പിച്ചു കൊടുക്കുന്നത് വെച്ചാൽ, ഇത് കഴിഞ്ഞ് ഡയറക്റ്റ്ലി അവർക്ക് PhDക്ക് ആ ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഇവിടെ 75% മാർക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിൻ്റെ വേറൊരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് നോർമലി UG കഴിഞ്ഞിട്ട് ആണ് നമ്മൾ PGക്ക് ജോയിൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് നെറ്റ് എക്സാം, UGC നടത്തുന്ന നെറ്റ് എക്സാം, അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ആണ് നെറ്റ് എക്സാം എന്ന് പറയുന്നത്. അത് എഴുതാൻ നമുക്ക് നോർമലി PG അഡ്മിഷൻ കിട്ടിയിരിക്കണം, എന്നാൽ മാത്രം നമ്മൾ ജോയിൻ ചെയ്തിരിക്കണം, എന്നാൽ മാത്രം നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് 4 ഇയർ UGക്കാർക്കും നെറ്റ് എക്സാം എഴുതാൻ പറ്റും. എഗെയിൻ അപ്പോൾ നിങ്ങൾക്ക് നെറ്റ് ക്വാളിഫൈ ആയിട്ടുണ്ടെങ്കിൽ, ഇത് കഴിയുന്നതിനുള്ളിൽ ക്വാളിഫൈ ആയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിസർച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നമ്മൾ ഒരു 4 ഇയർ UG പ്രോഗ്രാം എടുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത്. ദെൻ കമ്പാരിറ്റീവ്ലി സിലബസിലായാലും ഡിഫിക്കൽട്ടി എന്നുള്ള ഒരു ആസ്പെക്റ്റ് ആയാലും ആ ഒരു ഫാക്ടർ ആയാലും നല്ല ഡിഫറൻസ്, നല്ല ഡിഫിക്കൽട്ടിയും നല്ല ചേഞ്ചസും വന്നിട്ടുണ്ടായിരിക്കും. ബിക്കോസ് നമ്മൾ കുറച്ചും കൂടെ സിലബസ് എന്താ പറയുക, കുറച്ചും കൂടെ ആ ഒരു
നമ്മൾ എടുക്കുന്ന മേജറുമായിട്ട് ഇന്റർ കണക്റ്റഡ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം നമുക്ക് മുന്നത്തെ പോലെ കോംപ്ലിമെന്ററി കോർ കോഴ്സ്, ഇപ്പം നമുക്ക് കോർ കോഴ്സിൽ മാർക്ക് നിലനിർത്തിയാൽ കോംപ്ലിമെന്ററിയിലും മറ്റതിലും കുറഞ്ഞാലൊന്നും വലിയൊരു, പിന്നെ നമുക്ക് ലാംഗ്വേജ് ഉണ്ട്, അപ്പം നമുക്ക് എങ്ങനെയൊക്കെ ഒരു ഇത് കിട്ടും, മാനേജ് ചെയ്ത് പോകാൻ കിട്ടും. പക്ഷെ ഇവിടെ അത്ര എളുപ്പമായിരിക്കില്ല എന്നുള്ളതാണ് ഒരു ഏറ്റവും വലിയ കാര്യം. സോ ഇനി എന്താണ് ഇംഗ്ലീഷിന്റെ സിലബസ്? നമുക്ക് നോർമൽ യു ജിക്ക് ഉണ്ടായതുപോലെ തന്നെ ഫസ്റ്റ് സെമ്മിൽ ഒരു കോർ കോഴ്സ് ഉണ്ടായിരിക്കും, സെക്കൻഡ് സെമ്മിലും ഒരെണ്ണം, തേർഡ് സെമ്മ് വരുമ്പോൾ 2 എണ്ണം, ഫോർത്ത് സെമ്മ് വരുമ്പോൾ 3, അങ്ങനെ ആ ഒരു പാറ്റേണിൽ തന്നെയാണ് ഇവിടെ പോകുന്നത്. കോർ കോഴ്സ് എല്ലാവർക്കും നേരത്തെ പറഞ്ഞ മെയിൻ ആയാലും സിംഗിൾ മെയിൻ ആയാലും ഡബിൾ മെയിൻ ആയാലും മേജർ വിത്ത് മൈനർ ആയാലും മേജർ വിത്ത് വൊക്കേഷണൽ മൈനർ ആയാലും കോർ കോഴ്സ് എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും സെയിം ആയിരിക്കും. മറ്റുള്ള സംഭവങ്ങളിലാണ് ഡിഫറൻസ് വരിക. സോ നമുക്ക് വരുന്ന ഒരു കോർ കോഴ്സ് ഫസ്റ്റ് സെമ്മിൽ ഇൻട്രൊഡക്ഷൻ ടു ദ വേൾഡ് ഓഫ് ലിറ്ററേച്ചർ, സെക്കൻഡ് സെമ്മിൽ മേജർ വരുന്നത് റീഡിംഗ് ഫിക്ഷൻ, തേർഡ് സെമ്മിൽ വരുന്നത് ഡ്രാമ, എക്സ്പ്ലോറിംഗ് ദി ലിറ്റററി ആൻഡ് പെർഫോമാറ്റീവ് എലമെന്റ്സ്. ഇതൊക്കെ തന്നെയായിരുന്നു നോർമൽ യു ജിക്കും വന്നിട്ടുണ്ടായിരുന്നത്. ഫോർത്ത് സെമ്മിലാണ് മേജർ ലാംഗ്വേജ് ഇൻ ആക്ഷൻ. അവിടെ നമുക്ക് നോർമൽ യു ജിക്ക് ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു പേപ്പർ, അതിന്റെ പേരൊന്ന് ഇത്തിരി മാറ്റി സിലബസിൽ കുറച്ച് ഡിഫറൻസ് വരുത്തി, ദാറ്റ്സ് ഇറ്റ്. ദെൻ ഫോർത്ത് സെമ്മില് തേർഡ് സെമ്മില് 2 പേപ്പറാണ് വരുന്നത്. ഈ ഡ്രാമയും വരുന്നുണ്ട്, ലാംഗ്വേജ് ആൻഡ് മേജർ ലാംഗ്വേജ് ഇൻ ആക്ഷൻ വരുന്നുണ്ട്. ഫോർത്ത് സെമ്മിലേക്ക് കടക്കുമ്പോൾ നമുക്ക് 3 കോർ കോഴ്സ് വരുന്നുണ്ട്. മേജർ ജേർണി ത്രൂ ദ വേൾഡ് ഓഫ് പോയട്രി, പിന്നെ ലിറ്റററി ക്രിറ്റിസിസം, ജെൻഡർ പെർസ്പെക്റ്റീവ്സ് ഇൻ ലിറ്ററേച്ചർ. പിന്നെ ഫിഫ്ത്ത് സെമ്മിലേക്ക് വരുമ്പോൾ ഫണ്ടമെന്റൽസ് ഓഫ് ഫിലിം സ്റ്റഡീസ് ആണ് മേജർ, പിന്നെ ഫൗണ്ടേഷൻസ് ഓഫ് ലിറ്റററി തിയറി, ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ്. ഇത് 3 മേജർ വരുന്നത്. ദെൻ സിക്സ്ത് സെമ്മിലേക്ക് വരുമ്പോൾ നരേറ്റീവ് കൺസ്ട്രക്ട്സ് ഇൻ നോൺ ഫിക്ഷൻ, ഇൻട്രൊഡ്യൂസിങ് കൾച്ചറൽ സ്റ്റഡീസ്. ഈ ഒരു കൾച്ചറൽ സ്റ്റഡീസിന്റെ പേപ്പർ നോർമൽ യു ജിക്ക് ഉണ്ടായിരുന്നില്ലാത്ത ഒരു പേപ്പറാണ് കേട്ടോ. പിന്നെ മേജർ ലിറ്ററേച്ചർ ആൻഡ് എക്കോളജി. ഇത്രയാണ് വരുന്നത് മേജർ പേപ്പേഴ്സ്. ആൻഡ് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ എടുക്കുന്ന മേജറിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, മൈനേഴ്സും ഉണ്ട്. നമ്മൾ മൈനർ ഏത് ഓപ്ഷൻ ആണോ ചൂസ് ചെയ്ത് അതിനനുസരിച്ച് മൈനേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ കുറച്ചും കൂടെ സ്കിൽ ഡെവലപ്മെന്റ് വേണ്ടിയിട്ടുള്ള എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ്, അങ്ങനത്തെ കുറച്ച് എലക്റ്റീവ് കോഴ്സ്, ഇതൊക്കെ ഇവിടെയും ഉണ്ടായിരിക്കും. സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ഇതൊക്കെ. ഇനി ഇവിടെയാണ് 3 വർഷത്തെ പഠനം. അത് നിർത്തിയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഗോ വിത്ത് യുവർ ഡിഗ്രി, നോർമൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ 75% എബോ ഉണ്ടെങ്കിൽ 4th ഇയറിലേക്ക് കടക്കാം. അവിടെ വരുമ്പോൾ നമുക്ക് ഫുള്ളി കോർ കോഴ്സ് ആയിട്ടാണ് വരുന്നത്, മേജർ കോഴ്സുകളായിട്ടാണ് വരുന്നത്. ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ചോസർ ടു 19th century, British literature from 20th century to 21st century, American literature. Actually ഈ ഒരു ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ചോസർ ടു 19th ഉം 20th century നമ്മൾ പി ജിക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ടോപ്പിക്കുകളാണ്, പേപ്പേഴ്സ് ആണ്. പിന്നെ അമേരിക്കൻ ലിറ്ററേച്ചർ, അഡ്വാൻസ്ഡ് ക്രിട്ടിക്കൽ തിയറി, പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസ്, ഇതൊക്കെ നമുക്ക് പി ജിക്കും നമ്മൾ MA ഇംഗ്ലീഷ് എടുത്ത് പഠിക്കുമ്പോൾ വരുന്ന ആ പേപ്പേഴ്സ്. ചിലതും ഒരുമിച്ച് വരുന്ന ചില പേപ്പേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് വേറെ പേപ്പേഴ്സ് ആയിട്ട് മാറ്റാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്ത 8th സെമസ്റ്ററിലേക്ക് വരുമ്പോൾ അഡ്വാൻസ്ഡ് ലിംഗ്വിസ്റ്റിക്സ്, ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് എസ്തെറ്റിക്സ്, സൗത്ത് ഏഷ്യൻ ലിറ്ററേച്ചർ. അതല്ലെങ്കിൽ വേറെ കോർ കോഴ്സ് വരുന്നത് പ്രോജക്റ്റ് ആണ്. നമ്മൾ MA PG പ്രോജക്റ്റ് ചെയ്യുന്ന പോലെ ഇവിടെയും പ്രോജക്റ്റ്, ഡിപ്പെൻഡിങ് ഏത് ഓണേഴ്സ് പ്രോഗ്രാം ആണോ, ഓണേഴ്സ് വിത്ത് റിസർച്ച് ആണ് എന്നുള്ളതിനനുസരിച്ച് പ്രോജക്റ്റിന്റെ ഇതിലും വ്യത്യാസം വരും. ഡിഫിക്കൽട്ടിയിലും എത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യണം എന്നുള്ളതിലും ഒക്കെ വ്യത്യാസം വരും. പിന്നെ നമുക്ക് നോർമലി ഉണ്ടാകുന്ന എലക്റ്റീവ് കോഴ്സുകൾ ഉണ്ടായിരിക്കും. പിന്നെ റിസർച്ച് മെത്തഡോളജി, അഗൈൻ റിസർച്ച് മെത്തഡോളജിയും ഞാൻ പറഞ്ഞതുപോലെ റിസർച്ച് ഓറിയന്റഡ് ആയതുകൊണ്ട് വരുന്ന പേപ്പറാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. സോ ഈ ഒരു പാത്വേ എന്ന് പറയുന്ന ഒരു പാറ്റേണിലാണ് UG പോകുന്നത്, 4 year UG പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് വേണമെങ്കിൽ പാത്വേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊക്കെ പറ്റും. അത് കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ തന്നെ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ഞാൻ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ
അത് നിങ്ങൾക്ക് താഴെ കമൻ്റ് ആയിട്ട് ചോദിക്കാം. ഓർ ഇമെയിൽ ഐ ഡിയിലേക്ക് മെയിൽ അയച്ചാലും മതി. hsnreadershub@gmail.com എന്നുള്ളതാണ് ഇമെയിൽ ഐ ഡി. നമ്മൾ പുതിയൊരു ഇൻസ്റ്റഗ്രാം പേജ് കൂടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സെയിം നെയിമാണ്, ബട്ട് ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ റീഡിങ് ബേസ്ഡ് ആയിട്ടുള്ള അങ്ങനത്തെ കുറേ ആസ്പെക്റ്റുകളായിരിക്കും ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കുക. ബട്ട് സ്റ്റിൽ പ്ലീസ് ഡു ഫോളോ. ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ കുറച്ചൊരു സബ്സ്ക്രൈബേഴ്സ് ആയാൽ മാത്രമാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ പ്ലീസ് ഡു follow, subscribe, share and comment, and please also support so that I can upload more videos in the future. Thank you for watching. See you in the next video. Thank you.